ഹലോ, വെൽക്കം ബാക്ക് ടു എക്സാം ചേസർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ് ഹിന്ദിയിലെ ഠാക്കൂർ കാ കുവ എന്ന പാഠത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ആദ്യ ഭാഗത്തിൻ്റെ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ ക്ലാസ്സിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഗംഗി ഠാക്കൂറിൻ്റെ കിണറിൽ നിന്ന് വെള്ളമെടുക്കാനായി പോയതും അവിടെ ആരും കാണാതെ കിണറിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന സമയത്ത് അവളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളെക്കുറിച്ചുമൊക്കെയാണ്. ഇനി അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. കുയേം പർ കിസി കെ ആനേക്ക് ആഹട്ട് ഹുയി. കിണറ്റിൻകരയിലേക്ക് ആരോ വരുന്നതിൻ്റെ കാലടി ശബ്ദം കേട്ടു. ആഹട്ട്, കാലടി ശബ്ദം. ഗംഗിക്ക് ഛാത്തി ധക്ക് ധക്ക് കർണേ ലഗി. ഗംഗയുടെ നെഞ്ചിടിക്കാൻ തുടങ്ങി. ഛാത്തി, നെഞ്ച്. കഹി ദേഖ് ലേത്തോ ഗജബ് ഹോ ജായ്. എങ്ങാനും കണ്ടാൽ കുഴപ്പമാകും. ഗജബ്, കുഴപ്പം. ഏക്ക് ലാത്തു പീത്തോ നീച്ചേ ന പടേ. ഒരു തൊഴി പോലും വെറുതെ പോകില്ല. ലാത്ത്, തൊഴി. उसने घड़ा और रस्सी उठा ली और चुक कर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी हुई. അവൾ കുടവും കയറുമെടുത്ത് കുനിഞ്ഞു നടന്ന് ഒരു മരത്തിൻ്റെ ഇരുണ്ട മറവിൽ പോയി നിന്നു. ഘട, കുടം. രസ്സി, കയർ. ചുക്കന, കുനിയുക. സായ, നിഴൽ. കബ് ഇൻ ലോഗോं को दया आती है किसी पर. എപ്പോഴെങ്കിലും ഇവർക്ക് ആരോടെങ്കിലും ദയ തോന്നാറുണ്ടോ? बेचारे महंगू को इतना मारा कि महीनों लहू थूकता रहा. इसलिए तो कि उसने बेगार न दी थी. ആ പാവം മഹങ്കുവിനെ മർദ്ദിച്ചതു കാരണം അയാൾ മാസങ്ങളോളം രക്തം തുപ്പിക്കൊണ്ടിരുന്നു. അയാൾ കൂലിയില്ലാതെ ജോലി ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ അയാളെ മർദ്ദിച്ചത്. ലഹു എന്ന് വെച്ചാൽ രക്തം, ധൂക്കന, തുപ്പുക, ബേഗാർ, കൂലിയില്ലാത്ത ജോലി. ഇസ് പർ യേ ലോഗ് ഊഞ്ചേ ബൻതേ ഹെ. ഇങ്ങനെയാണോ ഇവർ ഉയർന്നവരാകുന്നത്? കുയേം പർ സ്ത്രീയാം പാനി ഭർണേ ആയി ഥി. കിണറ്റിനരികിൽ സ്ത്രീകൾ വെള്ളം കോരാൻ വന്നിരുന്നു. ഇൻമേ ബാത്ത് ഹോ രഹി ഥി. അവർ സംസാരിച്ചു കൊണ്ടിരുന്നു. ഖാനാ ഖാനെ ചലേ और हुक्म हुआ कि ताज़ा पानी भर लाओ. ഘടേ കെ ലിയേ പൈസേ നഹി ഹേ. ആഹാരം കഴിക്കാൻ പോയപ്പോൾ നല്ല വെള്ളം കൊണ്ടുവരാൻ ആജ്ഞാപിച്ചു. കുടത്തിന് പൈസ ഇല്ലെന്ന്. താസ എന്ന് വെച്ചാൽ പുതുമയുള്ള. ഹുക്കും, ആജ്ഞ. हम लोगों को आराम से बैठे देखकर जैसे मर्दों को जलन होती है. നമ്മൾ വിശ്രമിച്ചിരിക്കുന്നത് കണ്ടിട്ട് പുരുഷന്മാർക്ക് അസൂയുണ്ടെന്ന് തോന്നുന്നു. ആരാം, വിശ്രമം. ജലൻ, അസൂയ. ഹാ യേ തോ ന ഹുവാ കി കൽസിയ ഉഠാക്കർ ബർ ലാത്തെ. അവർ പോയി ചെറിയ കുടം പോലും നിറച്ചു വരില്ല. കൽസിയ, ചെറിയ കുടം. ബസ് ഹുക്കും ചലാ ദിയാ കി താസാ പാനി ലാവോ. ജैसे हम लौटिया ही तो है. വെറുതെ ഉത്തരവിടും, നല്ല വെള്ളം കൊണ്ടുവാ, നമ്മളൊക്കെ വേലക്കാരികളാണെന്ന പോലെ. ലോണ്ടിയ, വേലക്കാരി. ലോണ്ടിയ നഹി തോ ഓർ ക്യാ ഹോ തും. വേലക്കാരിയല്ലാതെ വേറെ ആരാണ് നീ? റോട്ടി കപ്പട നഹി പാത്തി. ആഹാരവും വസ്ത്രവും കിട്ടുന്നില്ലേ? 10-5 रुपये भी ചീൻ ചപ്പട്ട് കർ ലേഹിയിലെത്തി ഹോ. 5-10 രൂപയൊക്കെ തട്ടിയെടുക്കാറുമില്ലേ? और ലോണ്ടിയാ കേസേ ഹോത്തി ഹേ. വേലക്കാരികൾ പിന്നെ എങ്ങനെയാണ്? മത് ലജാവോ ദീദി, ചിൻ ഭർ ആരാം കർണേക്കോ ജി തരസ്കർ രഹ് ജാത്താ ഹെ. കളിയാക്കലേ ചേച്ചി, ഒരു നിമിഷമെങ്കിലും വിശ്രമിക്കാൻ മനസ്സ് കൊതിക്കുകയാണ്. ചിൻഭർ, നിമിഷനേരം. ഇത്തനാ കം കിസി ദൂസരേക്ക് ഘർ കർ ദേത്തി തോ ഇസ്സേ കഹി ആരാം സെ രഹത്തി. ഇത്രയും ജോലി മറ്റാരുടെയെങ്കിലും വീട്ടിൽ പോയി ചെയ്താൽ ഇതിലും സ്വസ്ഥയായിരിക്കാം. ഊപ്പർ സേ വോ ഏസാൻ മാൻതാ. പോരാത്തതിന് നന്ദിയും ഉണ്ടാകും. യഹം കാം കർത്തേ കർത്തേ മർ ജാവോ പർ കിസി കാ മുഹ് ഹി സീതാ നഹി ഹോത്താ. ഇവിടെ നമ്മൾ ജോലി ചെയ്ത് ചത്താലും ആരുടെ മുഖവും തെളിയില്ല. दोनों पानी भरकर चली गई तो गंगी वृक्ष की छाया से निकली और कुएं की जगत के पास आई. രണ്ടുപേരും വെള്ളമെടുത്തു പോയപ്പോൾ ഗംഗി മരച്ചുവട്ടിൽ നിന്നും ഇറങ്ങി കിണറ്റിൻകരയുടെ അടുത്തെത്തി. ബേഫിക്രെ ചലേ ഗയേ ഥേ. വെടി പറഞ്ഞിരുന്നവർ മടങ്ങിപ്പോയിരുന്നു. ഠാക്കൂർ ഭി ദർവാസ ബന്ദ് കർ അന്തർ ആംഗൻ മേ സോനെ ജാ രഹേ ഥേ. ഠാക്കൂറും വാതിലടിച്ച് അകത്തെ മുറ്റത്ത് ഉറങ്ങാൻ പോയിരുന്നു. गंगी ने क्षणिक सुख की सांस ली.
ഗംഗി നിമിഷനേരം സുഖത്തോടെ നിശ്വസിച്ചു. കിസി തര മൈതാൻ തോ സാഫ് ഹുവാ. എങ്ങനെയൊക്കെയോ മൈതാനം വിജനമായി, അതായത് തടസ്സങ്ങളൊക്കെ മാറി. अमृत चुरा लाने के लिए जो राजकुमार किसी ज़माने में गया था वो भी शायद इतनी सावधानी के साथ और समझ बूझ कर न गया हो. അമൃത് മോഷ്ടിക്കാനായി ഏതോ കാലത്ത് പോയ രാജകുമാരൻ പോലും ഇത്രയും ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല. ഗംഗി ദബേ പാവ് കുയേं की जगत पर चढ़ी. विजय का ऐसा अनुभव उसे पहले न हुआ था. ഗംഗി അമർത്തിയ കാൽവെപ്പുകളോടെ കിണറ്റിൻകരയിലേക്ക് കയറി. വിജയത്തിൻ്റെ ഇത്തരമൊരു അനുഭവം മുമ്പൊരിക്കലും അവൾക്കുണ്ടായിട്ടില്ല. ദബേപാവ്, അമർത്തിയ കാൽവെപ്പ്. ഉസ്നെ രസി കാ ഫന്ദ ഘടേ മേ ഡാല. അവൾ കയറുകൊണ്ട് കുടത്തിന് കുരുക്കിട്ടു. ഫന്ദ, കുരുക്ക്. दाएं बाएं चौकन्नी दृष्टि से देखा जैसे कोई सिपाही रात को शत्रु के किले में सुराग कर रहा हो. ഏതോ സൈനികൻ രാത്രിയിൽ ശത്രുവിൻ്റെ കോട്ടയിൽ ദ്വാരമുണ്ടാക്കുന്നത് പോലെ അവൾ ഇടത്തോട്ടും വലത്തോട്ടും ജാഗ്രതയോടെ നോക്കി. ചൗക്കന്നി ദൃഷ്ടി, ജാഗ്രതയുള്ള നോട്ടം. സിപ്പാഹി, സൈനികൻ. സുരാഖ്, സുഷിരം. अगर इस समय वो पकड़ ली गई तो फिर उसके लिए माफ़ी या रियायत की रत्ती भर उम्मीद नहीं. ഈ സമയത്ത് അവൾ പിടിക്കപ്പെട്ടാൽ മാപ്പോ ദയവോ ലവലേശം പോലും പ്രതീക്ഷിക്കേണ്ട. रत्ती भर, अल्पम പോലും. उम्मीद, विश्वासम. अंत में देवताओं को याद करके उसने कलेजा मजबूत किया और घड़ा कुएं में डाल दिया. അവസാനം ദൈവങ്ങളെ ഓർത്ത് അവൾ മനസ്സുറപ്പിച്ച് കുടം കിണറ്റിലേക്കിട്ടു. കലേജ, ഹൃദയം. മസ്ബൂത്ത്, ദൃഢമായ. ഘടേനെ പാനി മേ ഗോത്ത ലഗായ ബഹുത്ത് ഹി ആഹിസ്ത. കുടം വെള്ളത്തിൽ മുങ്ങിയത് വളരെ സാവധാനമാണ്. ഗോത്ത ലഗാന, മുക്കുക. ആഹിസ്ത, മെല്ലെ. ജരാബി ആവാസ് ന ഹുയി. അല്പം പോലും ശബ്ദമുണ്ടായില്ല. ജറ, അല്പം. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാരെ. ഗംഗി 2-4 കൈ തിടുക്കത്തിൽ വലിച്ചു. ഘട കുയേं के मुंह तक आ पहुंचा. കുടം കിണറിൻ്റെ വായ്ക്കലെത്തി. कोई बड़ा शहजोर पहलवान भी इतनी तेजी से न खींच सकता था. ഏതെങ്കിലും ഒരു ശക്തനായ ഗുസ്തിക്കാരന് പോലും ഇത്രയും വേഗത്തിൽ വലിക്കാൻ കഴിയുമായിരുന്നില്ല. ഷഹ്ജോർ, അതിബലവാനായ. പഹൽവാൻ, ഗുസ്തിക്കാരൻ. തേസി, ശക്തിയോടെ. ഖീഞ്ചുന, വലിക്കുക. गंगी चुकी की घड़े को पकड़कर जगत पर रखे कि एकाएक ഠാക്കൂർ സാഹിബ് കാ ദർവാസ ഖുൽ ഗയ. കുടം പിടിച്ച് കിണറിൻ്റെ തറയിൽ വയ്ക്കാനായി ഗംഗി കുനിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഠാക്കൂറിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു. ഷേർ കാ മുഹ് ഇസ്സെ അധിക ഭയാനക ന ഹോഗ. സിംഹത്തിൻ്റെ വായ് പോലും ഇത്ര ഭയാനകമായിരിക്കില്ല. ഗംഗിക്ക് ഹാത്ത് സെ രസ്സി ചൂട്ട് ഗയി. ഗംഗയുടെ കയ്യിൽ നിന്ന് കയർ വഴുതിപ്പോയി. रस्सी के साथ घड़ा धड़ाम से पानी में गिरा और कई क्षण तक पानी में हिलकोरे की आवाज़ें सुनाई देती रही. കയറിനോടൊപ്പം കുടം വലിയ ശബ്ദത്തോടെ വെള്ളത്തിൽ വീണു. കുറച്ച് നിമിഷത്തേക്ക് വെള്ളത്തിൽ നിന്ന് ഓളങ്ങളുടെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ധടാം, വസ്തുക്കൾ വീഴുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം. ഹിൽക്കോരെ, അലയൊലികൾ. ठाकुर कौन है पुकारते हुए कुएं की तरफ आ रहे थे और गंगी जगत से कूदकर भागी जा रही थी. ആരാണ് ആരാണ് എന്ന് ചോദിച്ചുകൊണ്ട് ഠാക്കൂർ കിണറിനടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഗംഗി കിണറ്റിൻകരയിൽ നിന്നും ചാടി ഓടിപ്പോയിരുന്നു. घर पहुंचकर देखा कि जोखू लौटा मुँह से लगाए वही मैला गंदा पानी पी रहा है. വീട്ടിലെത്തിയപ്പോൾ ജോഖു മൊന്ത വായോട് ചേർത്ത് ആ മലിനജലം കുടിച്ചുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു. കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഈ കഥ വായിക്കുന്നതിലൂടെ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥ എത്രത്തോളം ഭീകരമായിരുന്നുവെന്നും എങ്ങനെയൊക്കെയാണ് ഇത് മനുഷ്യരെ തമ്മിൽ വേർതിരിച്ചിരിക്കുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം.
മുൻഷി പ്രേംചന്ദിൻ്റെ ഈ കഥ യഥാർത്ഥത്തിൽ മനുഷ്യബന്ധങ്ങളെ അറുത്തുമാറ്റുന്ന അയിത്തത്തിനെതിരെ ശബ്ദിക്കുന്ന കഥയാണ്. സോ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. ഗുഡ് ബൈ.